ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. സ്വർഗരാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത്. ഫാദർ യുവർ കിങ്ഡം കം എന്ന് നമ്മളെന്നും പ്രാർത്ഥിക്കണം എന്ന് യേശു പറഞ്ഞു. ഞാനും പറയുന്നു എന്നും. പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പം നീതി വരണമേ, സമാധാനം വരണമേ, സന്തോഷം വരണമേ. അതാണ് സ്വർഗരാജ്യം. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം അത് തിന്നുന്നതും കുടിക്കുന്നതുമല്ല, പക്ഷേ നീതി, സമാധാനം, സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ദൈവമേ, പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് യേശു പഠിപ്പിച്ച അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ അർത്ഥമാണ്. നിങ്ങൾ കേൾക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് പൊരുളഴിച്ച് എല്ലാം പറഞ്ഞു തരുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. എന്നിട്ട് യേശു എവിടെ പോയാലും കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവരാജ്യത്തെപ്പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ എവിടെ പോയാലും. ഞാനും ഇനി അടുത്ത ബുക്ക് ദൈവം അനുവദിച്ചാൽ പവർ ഇൻ ഗോഡ്സ് കിങ്ഡം, അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. 5ാമത്തെ പവറാണ്. പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്, പവർ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്, പവർ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ജീസസ്, പവർ ഇൻ ഗോഡ്സ് വേർഡ്. 5ാമത്തെ പവർ ഇൻ ദ കിങ്ഡം, പവർ ഇൻ പ്രെയർ ഓൾറെഡി ഐ റോട്ട്. സോ അങ്ങനെ എന്ത് പവറാണ് ഈ ദൈവരാജ്യത്തിന്. അതുകൊണ്ടാണ് യേശുവിന് അതറിയാൻ പറ്റി. എന്തുകൊണ്ടെന്നാൽ യേശു ആ മനോഹരമായ ആ രാജ്യത്തിൽ നിന്നാണ് വന്നത്, സ്വർഗരാജ്യത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അവിടുത്തെ ബ്യൂട്ടി, ദ സ്പ്ലെൻഡർ, അതെല്ലാം ഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ സാത്താൻ്റെ രാജ്യത്തിൽ നിങ്ങളുണ്ടാകരുത്, സാത്താൻ്റെ ചെയ്തികളെ, പ്രവൃത്തികളെ അഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങളെ സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഐ ഹാവ് കം ടു ടേക്ക് യു ടു ഹെവൻ, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നാണ്. നിങ്ങൾ സാത്താൻ്റെ പിടിയിൽ ഉണ്ടാകരുത്, നിങ്ങൾ സാത്താൻ്റെ രാജ്യത്തിൽ കുടുങ്ങിക്കിടക്കരുത്. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചാലും ഈ ലോകത്തിനുള്ളവരല്ല. യു ബിലോങ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, യു ബിലോങ് ടു ഹെവൻ. ഇതാണ് യേശുവിൻ്റെ ടീച്ചിങ്. അതുകൊണ്ട് കുറേ ഉപമകൾ നമ്മൾ ഇന്ന് ധ്യാനിക്കാം. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 13ാം അധ്യായത്തിൽ യേശു ഉപമ പറഞ്ഞു. ഒത്തിരി പുരുഷാരമുണ്ടായിരുന്നു, യേശുവിൻ്റെ അടുത്തിൽ വന്നുകൂടി. അപ്പോൾ പടകിൽ കയറിയിരുന്നു. എപ്പോഴും ബോട്ടിലിരുന്നുകൊണ്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പുരുഷാരം, നമ്മൾ മലയിലെ പ്രസംഗം കേട്ടു, ഇനി പടകിലിരുന്നുകൊണ്ട് പഠിപ്പിക്കുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു, അവൻ പടകിൽ ഇരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. എ സോയർ went to sow the seed. അവനിങ്ങനെ വിതയ്ക്കുമ്പോൾ എല്ലാം ഇങ്ങനെ വയലിലെ അങ്ങനെ കാണിച്ചാണ് യേശു പറയുന്നത്. ഇത് കണ്ടോ, സിമ്പിൾ ടീച്ചിങ് ആണ്. നിങ്ങൾ ഈ പൂക്കളെ നോക്ക്, നിങ്ങൾ ഈ പക്ഷികളെ നോക്ക്, നിങ്ങൾ ഈ മരങ്ങളെ നോക്ക്, നിങ്ങൾ ഈ വയലിനെ നോക്ക്. നിങ്ങൾ ഈ ഒരു ഫാർമർ, ഒരു കൃഷിക്കാരന് വിതയ്ക്കാനായിട്ട് ഒരു ചാക്കിൽ കുറേ വിത്തുമൊക്കെ ആയിട്ട് പോയി. അന്നേരം എന്ത് സംഭവിച്ചു? ആ വിതയ്ക്കുന്ന